അന്നൂരിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് സ്വന്തം രാമചന്ദ്രേട്ടൻ. കേട്ടോ സന്തോഷ വാർത്ത. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പയ്യന്നൂർ. അന്നൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി നിറഞ്ഞു നിൽക്കുന്ന ഒരാളുണ്ട്. കെ രാമചന്ദ്രൻ എന്ന അന്നൂരുകാരുടെ രാമചന്ദ്രേട്ടൻ. ജില്ലയിലെ തന്നെ മികച്ച ഗ്രന്ഥാലയമായ അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിൻ്റെ പ്രവർത്തകനും ഭാരവാഹിയും കൂടിയാണ് രാമചന്ദ്രൻ. 2024 മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനും പൊതുപ്രവർത്തകനുമുള്ള സി നാരായണൻ സ്മാരക പുരസ്കാരം രാമചന്ദ്രനാണ് ലഭിച്ചിരിക്കുന്നത്. 10 വയസ്സ് മുതൽ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. രാമചന്ദ്രൻ ഈ നാട്ടിൻ്റെ ജീവനാടിയാണ്. കാരണം ഈ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം സജീവമാണ്. എന്നും ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖമാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുക. നമ്മുടെ ശ്മശാന കമ്മിറ്റി ആയാലും മറ്റ് പൊതുസമാജമായാലും അതിനെല്ലാം വേണ്ടി അക്ഷയനും പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് രാമചന്ദ്രൻ. രാമചന്ദ്രനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് അന്നൂരിന് ചരിത്രമുണ്ടെന്ന് പറയാൻ സാധ്യമല്ല. SSLCക്ക് ശേഷം 1969 കോപ്പറേറ്റീവ് സ്റ്റോറിൽ ജോലി ലഭിച്ചു. 2010 സെക്രട്ടറിയായി വിരമിക്കുകയും ചെയ്തു. നാട്ടിൽ നടക്കുന്ന എല്ലാ പൊതുകാര്യങ്ങളിലും സജീവമായി രാമചന്ദ്രൻ ഉണ്ടാകും. നിരവധി സംഘടനയുടെ ഭാരവാഹിത്വവും കൂടി വഹിക്കുന്നുണ്ട്. കേളപ്പൻ സർവീസ് സെൻ്ററിൻ്റെ വൈസ് പ്രസിഡന്റ്, പൊതുവാൾ സമാജത്തിൻ്റെ സ്ഥാപക സെക്രട്ടറിയാണ്. മദ്യനിരോധന സമിതിയുമായി പ്രവർത്തിക്കുന്നു. 1971 മുതൽ സൈക്കിൾ യാത്ര ശീലമാക്കിയയാളാണ്. സൈക്കിൾ എന്നും ഒപ്പമുണ്ട്. സൈക്കിൾ യൂസേഴ്സ് ഫോറത്തിൻ്റെ രക്ഷാധികാരിയും കൂടിയാണ്. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നാണ് രാമചന്ദ്രേട്ടൻ വടക്കൻ വാർത്തയോട് പറഞ്ഞത്. ഞാൻ ചെറുപ്പത്തിലെ ഈ വായനശാലയിൽ ബന്ധപ്പെട്ടതാണ്. വായനശാല ഇവിടെ അല്ല, എൻ്റെ വീട്ടിലേക്ക് ആദ്യം ഉണ്ടായിന്. അപ്പം ആളിൻ്റെ എടുക്കുക. അപ്പോൾ എൻ്റെ അച്ഛൻ ഇതിൻ്റെ സ്ഥാപക സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ ചേരുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ സ്കൂൾ വിട്ടാൽ നേരെ ഇവിടത്തേക്ക് തന്നെ വരല്. മാഷന്മാരെപ്പരം മാഷന്മാർ നാടൻ മാഷായാലും ജയൻ മാഷായാലും അവരെല്ലാം നമ്മളെ രാഘവ മാഷായാലും TK പത്മ മാഷായാലും എല്ലാ ഇവരെ ഈ സി നാരായണൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അവാർഡ് എന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ അയാൾ എൻ്റെ സഹപാഠിയാണ്, സഹപ്രവർത്തകനാണ്. അവരെല്ലാം ഇതിൻ്റെ പൂർവികന്മാർ നമുക്കെന്നൊരു ഉത്തേജനം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഭാഗമാക്കാനും ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് ഇത് കിട്ടാനുണ്ട്. അവാർഡ് തന്നെ അർഹനാണോ ഇല്ലോ കാര്യം അത് വേറെ കേസ്. പക്ഷേ ഞാൻ ഫലേച്ഛ കൂടാതെയുള്ള പൊതുപ്രവർത്തനമാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ പൊതുവാൾ സമാജത്തിൻ്റെ സെക്രട്ടറിയാണ്, സ്ഥാപക സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ നമുക്കൊരു ശ്മശാനമുണ്ട്. ശ്മശാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പൊതുവെ ഒരു ആവശ്യമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മളെ പൊതുവാൾ സമാജമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ജാതി എന്ന് പറഞ്ഞൊന്നും ഫലമില്ല. കാരണം നാനാജാതിയുണ്ട്. അത് പിന്നെ അതിന് പ്രശ്നമില്ല. എൻ്റെ മരണം ഞാൻ എല്ലാം മരിച്ചു ചാടി കഴിഞ്ഞാൽ മരണം ഉണ്ടെങ്കിൽ അവിടെ ഞാൻ എത്തും. അതാണ് ലക്ഷ്യം. ഒരു നിയോഗം മാതിരിയാണ് ഞാൻ ചെയ്യല്. ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നത് മാത്രമല്ല, മികച്ച വായനക്കാരനും കൂടിയാണ്. പുസ്തകങ്ങളെക്കുറിച്ചും എഴുത്തുകാരെക്കുറിച്ചും നല്ല അവഗാഹമുള്ളയാളാണ്. സാംസ്കാരിക പ്രവർത്തകനാണ്. രാമചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ വായനശാലയുടെ എല്ലാമാണ്. രാമചന്ദ്രേട്ടനില്ലെങ്കിൽ വായനശാല ഇത്ര ക്ലിയർ ആയിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. നാട്ടിൻ്റെ ഒരു പൊതു സ്വത്താണ്, ഒരാളുടെ സ്വന്തം അല്ല, എല്ലാവരുടെയുമാണ്. കാരണം രാമചന്ദ്രനില്ലാതെ ഒരു കാര്യം അന്നൂർ സാധിക്കില്ല. അത് ഇതുവരെ ആരും ശ്രമിച്ചിട്ടുമില്ല. മറ്റുള്ളവർ കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അയാൾ. ഭാര്യ സതി, അഞ്ജലി, അപർണ എന്നിവർ മക്കളും. കുടുംബത്തിൻ്റെ സർവ്വ പിന്തുണയും രാമചന്ദ്രേട്ടന് ഒപ്പമുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അലയൊലികൾ മുഴങ്ങുന്ന അന്നൂരിൻ്റെ മണ്ണിൽ ദേശീയ പാരമ്പര്യം മുറുകെ പിടിച്ച് 72-ാം വയസ്സിലും തൻ്റെ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് തന്നെയാണ് രാമചന്ദ്രേട്ടൻ. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി അന്നൂരിൽ നിന്നും T. ബാബു, പഴയങ്ങാടി. കേട്ടോ സന്തോഷ വാർത്ത. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. കോറോം പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വിശാലമായ ക്യാമ്പസ് ഉടൻ പൂർത്തിയാകുന്നതുവരെ പെരുമ്പയിലെ വിദ്യാമന്ദിർ കോളേജ് കെട്ടിടത്തിൽ കേരളത്തിലെ സർവകലാശാലകളിൽ ഈ വർഷം ആരംഭിക്കുന്ന 4 വർഷത്തെ ബിരുദ കോഴ്സ് ഈ വർഷം ആരംഭിക്കും. പ്രവേശനത്തിനായി സർവകലാശാലയുടെ ഏകജാലകം പദ്ധതിയിലൂടെ മെയ് 31 വരെ ഓൺലൈനായി അപേക്ഷിക്കാം.
ഇന്നു തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക. വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പയ്യന്നൂർ.